കുക്ക്ടെയിൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബാക്കി വരുന്ന ഇടിയപ്പം കൊണ്ട് ഒരു അടിപൊളി കൊത്ത് ഇടിയപ്പമാണ് കേട്ടോ. അതും ചിക്കൻ കൊത്ത് ഇടിയപ്പം. നമ്മൾ കൊത്തു പൊറോട്ടയൊക്കെ പോലെ നല്ല ടേസ്റ്റാണ്. ഈ തീക്ക ബിരിയാണിയൊക്കെ കഴിക്കുന്ന ആ ഒരു ഫ്ലേവറാണ്. അപ്പോൾ നോക്കിയിട്ട് വന്നാലോ. അപ്പോൾ ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ചിട്ട് ചൂടാറിയതിന് ശേഷം ചെറിയ ചെറിയ പീസസ് ആയിട്ട് എടുത്തതാണ്, ബോണില്ലാതെ. ഇതിന് പകരം കറികളിൽ നിന്ന് എടുത്തിട്ടുള്ള പീസസ് ആയാലും മതി കേട്ടോ. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. ഇനി ചിക്കൻ കഴിക്കാത്തവരാണെങ്കിൽ പുഴുങ്ങിയ മുട്ട ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചിട്ട് ഇതുപോലെ ചെയ്യാം. നമ്മുടെ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഒരു 3-4 വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത്. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി ചെറിയൊരു കഷ്ണം കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അതൊന്ന് ചതച്ചിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കടുക് ചേർക്കേണ്ടവർക്ക് ഇത് രണ്ടും ചേർക്കുന്നതിന് മുന്നേ തന്നെ കടുക് പൊട്ടിച്ചെടുത്താൽ മതി. അത് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് വലിയ 2 സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മീഡിയം ആണെങ്കിൽ അതിനനുസരിച്ച് വലുപ്പത്തിനനുസരിച്ച് എടുക്കുക. ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ 2 പച്ചമുളകൊന്ന് കീറിയിടാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ സവാള നന്നായി വഴണ്ട് വരട്ടെ. ഞാനിവിടെ ഓൾറെഡി നമ്മുടെ ഇടിയപ്പം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ പരന്ന അച്ചിലിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇടിയപ്പത്തിൻ്റെ തന്നെ ഒരു സ്റ്റീമർ മേടിക്കാൻ കിട്ടും, അതിൽ വെച്ച് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതുപോലത്തെ 5 എണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സവാള നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വലിയ തക്കാളിയാണ് കേട്ടോ. ഇതിൽ നന്നായിട്ട് തക്കാളി വേണം, അതായത് ഒരു ചെറിയൊരു പുളിരസം മുന്നിട്ട് നിൽക്കണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ വേണ്ടത് ഗരം മസാല പൊടിയാണ്. അത് ഞാനൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണേക്കാട്ടിലും കുറച്ച് കൂടുതൽ ജീരകം പൊടിച്ചത്, നല്ല ജീരകം പൊടിച്ചത്. ഇനി ഒരു 3/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്, ഒരു നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വരട്ടെ. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മസാലയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കൻ നന്നായിട്ട് ഇതേപോലെ നമ്മുടെ കയ്യിൽ വെച്ചിട്ടൊന്ന് അല്ലെങ്കിൽ സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് ഇടിച്ചിട്ട് മസാലയൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. മല്ലിയില ഇഷ്ടമുള്ളവർക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസാണ് ചേർത്തത്. അത് ചേർക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ടേസ്റ്റ് കൂടും നമ്മളിത് ചേർക്കുമ്പോൾ. എല്ലാ ഫ്ലേവറും ഒന്ന് ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇതിലേക്ക് നമ്മുടെ ഇടിയപ്പം ചേർത്ത് കൊടുക്കുകയാണ്. കൈ വെച്ചിട്ട് ചെറിയ രീതിയിലൊന്ന് ഇങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. പിന്നെ ഒരു കാര്യം, നമ്മുടെ കയ്യിലുള്ള ഇടിയപ്പത്തിനനുസരിച്ചിട്ട് വേണം മസാല ഉണ്ടാക്കാനായിട്ട്. മസാല കുറഞ്ഞു പോവുകയാണെങ്കിൽ നമ്മുടെ കൊത്തിടിയപ്പം കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അഥവാ മസാല കുറഞ്ഞു തോന്നുകയാണെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസ് അധികം ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചെറിയൊരു പുളിപ്പും മധുരവും എല്ലാം കൂടി ആകുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇതിലിപ്പോൾ ഞാൻ ചേർത്തിട്ടുള്ള എല്ലാ മസാലപ്പൊടിയും നിങ്ങൾ ചേർക്കണം കേട്ടോ. കാശ്മീരി പൗഡർ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അത് ഞാനൊരു കളർ കിട്ടാൻ വേണ്ടി ചേർത്തുന്നേ ഉള്ളൂ. പക്ഷേ ജീരകത്തിൻ്റെ പൊടി ഒരിക്കലും മിസ് ചെയ്യരുത്. അത് ആ പറഞ്ഞ അളവിൽ നിങ്ങളുടെ ആ ഒരു ഇടിയപ്പത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ അളവ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം കൂടി നല്ലൊരു ഫ്ലേവറാണ്. ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ ലാസ്റ്റ് കുറച്ച് ചേർത്ത് കൊടുത്താലും വളരെ നല്ലതാണ്. ഞങ്ങൾ ഇടിയപ്പമൊക്കെ എക്സ്ട്രാ ഉണ്ടാക്കും ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിക്കനൊന്നും എപ്പോഴും ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ മുട്ട വെച്ച് ചെയ്യും, അല്ലെങ്കിൽ ചിലപ്പോൾ വെജിറ്റബിൾസ് ഇടും, അതായത് ക്യാരറ്റോ അങ്ങനെ എന്തെങ്കിലും ഇടും. ഇല്ലെങ്കിൽ അതൊന്നും ഇല്ലാണ്ട് ഇതേപോലെ വെറുതെ ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. ഒരു കട്ടൻ ചായയോ കട്ടൻ കാപ്പിയോ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പം തന്നെ സെർവ് ചെയ്യേണ്ട. ഒരു 2 മിനിറ്റ് ഇതേപോലെ ഒന്ന് പൊത്തി വയ്ക്കുക, അടച്ച് വയ്ക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കൊത്ത് ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഇഷ്ടമാവും. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.